പുതിയ പുതിയ മേക്കേഴ്സിനെ ഗണേശനെ അപ്രോച്ച് ചെയ്യാനും പുതിയ പുതിയ വേഷങ്ങൾ തരാനൊക്കെ. അപ്പൊ അതിനു വേണ്ടി ഗണേശനെ എത്രത്തോളം ഓപ്പൺ ആയിരിക്കും എന്നുള്ള, കാരണം ഭയങ്കര തിരക്കുള്ള ആളാണ് ഇപ്പുറത്തെ സൈഡില്. ഞാൻ മുമ്പും മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ സിനിമയിൽ അപ്രോച്ച് ചെയ്തു. നല്ല സിനിമയാണ്, വെറുതെ ഒരു തല കാണിച്ചുകൊണ്ട് കഥ പറയുമ്പോൾ ആ കഥ ഞാൻ നല്ല ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ ഒരു കഥ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറയുമ്പോൾ ആ കഥയിൽ ആ കഥാപാത്രത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ സിനിമയിലുള്ള പ്രസൻസ് ഉള്ളൂ. അതൊക്കെ വെറുതെ സൈഡ് റോളെന്ന് വിചാരിച്ചാൽ മതി. നമ്മളെപ്പറ്റി പ്രസൻസ് ഉണ്ടാകും. ഒരു കഥ, ഞാനൊരു കഥ ഗൂഗിളിൽ പറഞ്ഞു കൊടുക്കും, സിനിമ കണ്ടിട്ട് ഒരു കഥ ഗൂഗിളിൽ പറഞ്ഞു കൊടുക്കും. അപ്പം ഞാൻ അവനെ കേൾക്കുന്ന എല്ലാ കഥാപാത്രവും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലാത്തതൊന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഒരു വേറെ രസകരമായ സസ്പെൻസ് ഞാൻ പറഞ്ഞേക്കാം. അങ്ങോട്ട് പോകാനൊക്കെ വിളിക്കുന്നത് ഈ അടുത്തൊരു സാധനം ഉണ്ട് കേട്ടോ. ഈ സിനിമ നന്നായി ഓടണം, ഓടിയാൽ നേരിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ചന്തു എന്നെ കാണാൻ പോകും. അപ്പോൾ എന്നോടൊരു കഥ പറഞ്ഞ സാറേ, ഞാൻ പറഞ്ഞു എന്നോ ഞങ്ങൾ മാറി ഞങ്ങൾ കഥ പറഞ്ഞു. അതായത് ഈ സയൻസും പൊളിറ്റിക്സും കൂടെ ചേർത്തിട്ടുള്ള AI ടെക്നോളജി, എന്ത് ടെക്നോളജിയാണ് പറയുന്നത്, ഡീപ്പ് ഫേക്ക് ടെക്നോളജിയിൽ ഉള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റോറി, വളരെ രസകരമായൊരു കഥ എന്നോട് പറഞ്ഞിരുന്നു. അത് ഞാൻ ഈ അജിത് വിനായകനെ പറഞ്ഞ് കേട്ടൊരു കഥയുണ്ട്. പടം ഓടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കഥ കേൾക്കും. കാരണം പടം ഓടണം, ഈ സിനിമ നല്ലതാകുമ്പോൾ ആ സംവിധായകൻ തന്നെ ഒരു ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയുമായി ബന്ധപ്പെട്ടൊരു കഥ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറിയായിട്ട് എനിക്ക് അത് ഒരു കേരളത്തിലെ ഇന്ത്യയിലെ പൊളിറ്റിക്സ് ഈ ഡീപ്പ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്കൽ സിനിമയാണ്. ഗണേശേട്ടാ, ഇപ്പോൾ അച്ഛൻ്റെ ഗോകുലിൻ്റെ അച്ഛൻ, ഹലോ ഗോകുലിൻ്റെ അച്ഛനായ ശ്രീ സുരേഷ് ഗോപിയുടെ സിനിമാ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് സിനിമകളിൽ സാറിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയിലും ഗണേശ് സാർ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. അതിന് വലിയൊരു നിയോഗത്തിൻ്റെ ഒരു അവസാനമായിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, വൃത്താകൃതിയിൽ വിധി പൂർണ്ണമാവുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടോ? അല്ല, ഗോകുൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവനൊരു ഇപ്പോഴും അവൻ്റെ ശരീരം വളർന്നിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ മനസ്സായിട്ട് പാവമല്ല, വെറും അവൻ നമ്മളതേ പറയുമ്പോൾ നോക്കിയിരിക്കും, ഇങ്ങനെ കുഞ്ഞുങ്ങൾ കഥ കേൾക്കുന്ന പോലെ ഇരിക്കും. നല്ല സുരേഷ് ഗോപി എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആദ്യം യുവജനോത്സവ സിനിമയിലാണ്. ഞാനതിലൊരു പോസിറ്റീവ് ക്യാരക്ടർ, സുരേഷ് ഗോപി വില്ലനായിട്ടുണ്ട്. അന്ന് ഞങ്ങൾ തുടങ്ങിയ ഒരു സൗഹൃദമാണ്. ഇവനെ കൊച്ചുകാലത്തെ എനിക്കറിയാം, കുഞ്ഞിലേ അറിയാം. അപ്പോൾ അഭിനയിക്കാൻ വന്നപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. നല്ല സുന്ദരനൊക്കെ വന്നിരിക്കുക, താടിയൊക്കെ വെച്ച് നല്ല സുന്ദരമായിട്ട് വന്നിരിക്കുന്നത്, തൊപ്പിയും തലയിൽ നല്ല രസമായിട്ട് അഭിനയിക്കുന്നു. ഗോകുലിനെ അതുപോലെ പാപ്പൻ എന്ന സിനിമയിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അയാളെ വലിയ റോളൊന്നും ചെയ്യാനില്ലെങ്കിലും അവൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് അവർ നല്ല ഒരു നടനാണ്. തീർച്ചയായിട്ടും ഗോകുലിനൊരു നല്ല ഇതുണ്ടാകും. അതുപോലെ അനാർക്കലി ഒരു നല്ല പെർഫോമറാണ്. പലപ്പോഴും സംസാരിക്കുക, ഒരു ശബ്ദം പുറപ്പെടുകയോ വാതുറക്കാതെയോ എല്ലാ എക്സ്പ്രൻസും, ദേഷ്യവും സന്തോഷവും സങ്കടവും പിണക്കവും എല്ലാം കാണിക്കുന്നുണ്ട്. മറ്റൊരു രസകരമായ സ്ത്രീ പൂച്ചയാണ്. ഈ പൂച്ചയെ കൊണ്ടുവന്നു കേട്ടോ, നല്ല മനോഹരമായ പൂച്ച. എനിക്കത് ഈ പൂച്ചയെ തൊടാൻ ഭയങ്കര ഇതാണ്. ഡോഗ്സുമായിട്ട് കുഴപ്പമില്ല, പക്ഷേ പൂച്ചയെ ഭയങ്കര. എൻ്റെ ചന്തു പറഞ്ഞു, സാറിൻ്റെ മടിയിലൊന്ന് ഇരുത്തണം, നമ്മൾ ഇവൻ്റെ അവിടെ ഇരിക്കട്ടെന്ന് പറഞ്ഞു. ഒരു ഫ്രണ്ടിൽ ടേബിളിൽ വെച്ച് പൂച്ച ചാടി ഓടിക്കളഞ്ഞു. പൂച്ചയുടെ ഇടയ്ക്ക് തിരിഞ്ഞ് നമ്മളെ നോക്കും, ആരടാ എന്നുള്ള മട്ടിൽ. ഇത് കുറേ പണിയെടുത്ത് നമ്മൾ ഈ പൂച്ച ഒന്ന് എൻ്റെ മടിയിലിരുത്താൻ. കാരണം പൂച്ചയ്ക്ക് മനസ്സിലായി അവനാളെ ഇരുത്ത് എന്നെ ഇഷ്ടമല്ലാത്ത ആളാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. പൂച്ച ഇറങ്ങിയൊരു പോക്കും, എന്നെ ഒന്ന് തിരിഞ്ഞ് നോക്കി പൂച്ച ഇറങ്ങി.